മഹത്വം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് വിശുദ്ധ നോമ്പിൻ്റെ 40 ദിവസങ്ങൾ പിന്നിട്ടു എന്ന് പറയുമ്പോൾ യേശുതമ്പുരാൻ്റെ ജീവിതത്തിൽ അദ്ദേഹം മനുഷ്യാവതാരം ചെയ്തതിനു ശേഷം പിശാചിനെ തോൽപ്പിക്കുവാനായി മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ അവസാന ദിവസമാണ്. ഇവയെ നമ്മൾ അല്പം ആഴത്തിൽ മനസ്സിലാക്കണം. എന്തിനാണ് യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചത്? ഏദന്റെ പറുദീസായിലെ ആദത്തോട് ചിലത് കഴിക്കരുതെന്ന് പറയുകയും ആദം കഴിക്കുകയും ചെയ്തു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു, അതിന് മറ്റൊരർത്ഥതലം ഭക്ഷണമോഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനുള്ളൊരു കഴിവ്, നീ ചില മോഹങ്ങൾക്ക് അടിമപ്പെടരുത് എന്നുള്ളൊരു അറിവ് യേശുതമ്പുരാൻ പകരുന്ന അല്ലെങ്കിൽ പകർന്നു നൽകുന്ന ഒരു മഹത്തായ ദിവസമായി 40-ാം വെള്ളിയാഴ്ച നമ്മൾ കാണണം. കർത്താവ് 40 ദിവസം ഉപവസിച്ചു. അദ്ദേഹം തൻ്റെ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു മനോഹരമായ ദിവസമായിട്ട് നമ്മൾ ഇതിനെ വായിക്കണം. എന്നാൽ ഈ 40-ാം വെള്ളിയാഴ്ച അല്പം ആഴത്തിലൊന്ന് ശ്രദ്ധിക്കുമ്പോൾ പിശാചിന് ഒരിക്കലും പരീക്ഷിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തെ. യഹോവയായ ദൈവത്തെയോ അല്ലെങ്കിൽ ദൈവിക അവസ്ഥയിൽ മാത്രമുള്ള ദൈവത്വത്തെ ഒരിക്കൽ പോലും പിശാചിനെ പരീക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അവൻ നിർമ്മിച്ച മനുഷ്യനെ പിശാച് പരീക്ഷിച്ചു എന്ന് ഏദന്റെ പറുദീസ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിശാചിൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ഒരുപക്ഷെ ജഡത്തിൻ്റെ ബലഹീനതകളിൽ വീഴാൻ സാധ്യതകളുള്ളവനാണ്. ഈ ഒരു ചിത്രത്തിലാണ് പിശാച് ക്രിസ്തുവിനെ പരീക്ഷിക്കുവാനായി വരുന്നത്. അവൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിലും അവൻ മനുഷ്യാവതാരം ചെയ്ത ദൈവമാകയാൽ അവനെ പരീക്ഷിക്കുവാൻ കഴിയുമെന്നൊരു ചിന്തയോടുകൂടിയാണ് പിശാച് വരുന്നത്. അവിടെയാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാച് പരീക്ഷിക്കുവാൻ എപ്പോഴും വരും. ജഡത്തിലായിരിക്കുന്ന മനുഷ്യനെ പരീക്ഷിക്കുവാൻ എല്ലായ്പ്പോഴും പിശാച് വരും. എന്നാൽ അവനെ തോൽപ്പിക്കുവാനുള്ളൊരു ശക്തി നോമ്പിനും ഉപവാസത്തിനും ഭക്ഷണത്തിൽ നിന്നുള്ള വിടുതലിനും ഉണ്ട് എന്ന് പഠിപ്പിക്കുക. അപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ പിശാച് പരീക്ഷിക്കുവാനായി മരുഭൂമിയിലെത്തുമ്പോൾ നമ്മൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ആ പിശാചിനെ തോൽപ്പിച്ചു. അപ്പോൾ പിശാചിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഇപ്രകാരമായിരുന്നു: ദൈവത്തെ അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത അല്ലെങ്കിൽ ദൈവപുത്രനെ പിശാചിന് പരീക്ഷിക്കുവാൻ കഴിയുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിൽ ദൈവപുത്രനായ ക്രിസ്തുവിന് വിജയിക്കുവാൻ കഴിയുമെന്നുള്ള പുതിയ അറിവ് നമുക്ക് നൽകിയത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും മനുഷ്യാവസ്ഥയിൽ തോൽപ്പിക്കാമെന്ന് പിശാച് ധരിച്ചിരുന്ന പോലെ നമ്മളെയെല്ലാം തോൽപ്പിക്കുന്നത് പോലെ ദൈവത്തെയും തോൽപ്പിക്കാം. പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ചു, ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തെങ്കിലും പിശാചിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളും ഉപവാസവും പ്രാർത്ഥനയും എടുത്താൽ പിശാചിനെ ജയിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും വിജയിക്കുവാൻ കഴിയുന്നതാണ് പിശാചിന്. അതുകൊണ്ട് പിശാചിൻ്റെ മനസ്സിലുള്ള ഒരു ധാരണയെ സത്യത്തിൽ യേശുക്രിസ്തു തിരുത്തുകയാണ്. ദൈവത്തെ ഒരിക്കലും പിശാച് പരീക്ഷിക്കില്ല. എന്നാൽ ദൈവപുത്രനായപ്പോൾ പരീക്ഷിക്കാമെന്ന് ചിന്തിച്ചു വന്ന പിശാചിന് അത് തെറ്റുപറ്റി. അപ്പോൾ നമ്മളെ ക്രിസ്തു ഒരു കാര്യം പഠിപ്പിച്ചു: മനുഷ്യരായിരിക്കുന്ന നിങ്ങളെ പിശാച് പരീക്ഷിച്ചേക്കാം, പക്ഷേ ഞാൻ എടുത്തപോലെ ഉപവാസവും പ്രാർത്ഥനയും നിങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിമോചിതരാകാം, നിങ്ങൾ ആ പരീക്ഷണത്തെ വിജയിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുക. എന്നാൽ ഈ വേദഭാഗത്തെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് യേശുക്രിസ്തുവിനെ 40 ദിവസവും പിശാച് പരീക്ഷിച്ചുകൊണ്ടിരുന്നുവെന്ന്. നമ്മൾ പറയുന്നത് വിശന്നപ്പോൾ വന്നു എന്നുള്ളതാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നത് 40 ദിവസവും അവനെ പരീക്ഷണത്തിൽ. പക്ഷെ അത് ദൈവവുമായുള്ള വലിയ ബന്ധത്തിൽ ഇരുന്നത് കൊണ്ട് ആ പരീക്ഷണങ്ങളൊന്നും അനുഭവപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നില്ല. എന്നാൽ 40 ദിവസത്തിന് ശേഷം അദ്ദേഹം പുറത്തു വന്നപ്പോൾ അവന് വിശന്നു. അവിടെ വേദപുസ്തകം പറയുന്നത് വിശന്നപ്പോൾ പിശാച് വന്നു എന്നാണ്. അപ്പോൾ ജഡത്തിൻ്റെ പലതരത്തിലുള്ള മോഹങ്ങൾ നമുക്കുണ്ട്. ഈ മോഹങ്ങൾ നമ്മുടേതാണ്. ആ മോഹങ്ങളെയാണ് പിശാച് പലപ്പോഴും പരീക്ഷിക്കുന്നത്. അല്ലാതെ പിശാചിനെ ഒരിക്കലും പരീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ യേശുക്രിസ്തു അവിടെ പഠിപ്പിച്ചത് തനിക്ക് 40 ദിവസം ഉപവസിച്ചതിൻ്റെ വിശപ്പാണ് തനിക്ക് വന്നത്. അപ്പോൾ ആ ഭക്ഷണ മോഹത്തെയാണ് പിശാച് പരീക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്.
എന്നാൽ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ഒരു തത്വം, അതായത് പരീക്ഷിക്കാനായിട്ട് പിശാചിന് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവരുടെ യേശുക്രിസ്തു ഉത്തരം കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ ഭക്ഷണം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു അറിവ് യേശുക്രിസ്തു അവിടെ നൽകുകയാണ്. അപ്പോൾ വിശന്നപ്പോൾ പിശാചിൻ്റെ വരവ് ദൃശ്യമായി എന്ന് മാത്രമാണ് നമ്മൾക്ക് അതിനു മുമ്പും പിശാച് വരുന്നുണ്ടെങ്കിലും ദൃശ്യമായത് വിശന്നപ്പോൾ. വിശപ്പില്ലായിരുന്നുവെങ്കിൽ പിശാചിന് ഒരിക്കലും വരുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പരീക്ഷണത്തിൽ അതിനുള്ള വഴി തുറക്കുന്നുണ്ടെങ്കിലും പരീക്ഷണത്തെ വിജയിക്കാൻ കഴിയുമെന്നുള്ള അറിവാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, യേശുക്രിസ്തു ഈ 40 ദിവസം ഉപവസിച്ച് നേടിയെടുത്ത ശക്തി ഒരു നേരത്തെ തനിക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പിശാച് പറയുന്നു. ഇതൊരു വലിയ തെറ്റാണ്. നമ്മളൊക്കെ നേടിയെടുക്കുന്ന ദൈവിക ശക്തി കേവലം നമ്മുടെ ചില ജഡത്തിൻ്റെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചോദിച്ച് വേണമെന്ന് പറയുന്നത് തെറ്റാണെന്നുള്ള വലിയൊരു അറിവ് കൂടിയാണ് ക്രിസ്തു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവപുത്രൻ എന്ന് പിശാച് പറയുമ്പോൾ താൻ നേടിയെടുത്ത ശക്തിയെ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു ദൃശ്യമായി അല്ലെങ്കിൽ ചിത്രമായി നമ്മളതിനെ വായിക്കും. എന്നാൽ നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ആദാം പറുദീസായിലെ ഭക്ഷണം കണ്ടപ്പോൾ മോഹിച്ചു. ഇതുപോലെ തന്നെ യേശുക്രിസ്തു ഇറങ്ങി വരുമ്പോൾ അപ്പത്തെ പോലെയുള്ള വിവിധ കല്ലുകൾ ആ മരുഭൂമിയുടെ പ്രദേശത്തുണ്ടായി. അവിടെയാണ് മേഘത്തിലെ മോഹത്തിലേക്ക് ദൈവം അല്ലെങ്കിൽ ദൈവപുത്രനായ ക്രിസ്തു വരുമെന്ന് പിശാച് ചിന്തിച്ചത്. പക്ഷെ അവിടെയാണ് യേശുക്രിസ്തു അതിനെ വിജയിച്ച് കാണിച്ചത് എന്നുള്ളത് നമ്മൾ പറയണം. എന്നാൽ ഇതിനകത്തുള്ള രണ്ടാമത്തെ ഒരു കാര്യം വളരെ അല്ലെങ്കിൽ ആശ്ചര്യമായി എനിക്ക് തോന്നുന്നു. ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടി പറയുന്ന ഒരു സന്ദർഭം, അത് വളരെ ഒരു താത്വികമായ ചിത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നീ ചാടുമ്പോൾ നീ ഒരു അത്ഭുത മനുഷ്യനായി ലോകമറിയും. അവിടെ സദൂക്യരും പരീക്ഷന്മാരും ദേവാലയത്തിലെ മനുഷ്യരും നിൽക്കുമ്പോൾ അവർ നിന്നെ ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ നീ പിന്നീട് ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ വന്ന നിന്നെ കേവലം ദേവാലയത്തിനുള്ളിൽ ചുരുക്കുവാനുള്ള പിശാചിൻ്റെ തന്ത്രമായിട്ടാണ് എനിക്കതിനെ വായിക്കാൻ കഴിയും. അതായത് മുകളിൽ നിന്ന് ചാടിക്കഴിയുമ്പോൾ മാലാഖമാർ താങ്ങും. ഇതെല്ലാം സത്യമാണ്, പിശാച് പറഞ്ഞതെല്ലാം ശരിയാണ്. താങ്ങിക്കഴിയുമ്പോൾ നീ ഒരു അത്ഭുത മനുഷ്യനായി ആ ഉള്ളിലുള്ളവർക്ക് തോന്നി. നിന്നെ ദേവാലയത്തിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും നീ അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി മാറും. ഇങ്ങനെ ദൈവത്തിൻ്റെ പരസ്യമായ ശുശ്രൂഷയെ ഇല്ലാതാക്കാനുള്ള പിശാചിൻ്റെ രണ്ടാമത്തെ തന്ത്രമാണ് ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുക എന്ന് പറഞ്ഞതിൽ എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നു. മൂന്നാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനോട് നീ എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നൽകാമെന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് പലപ്പോഴും അതായത് ദൈവം ഉണ്ടാക്കി പ്രപഞ്ചം എങ്ങനെയാണ് പിശാചിൻ്റെതായത് എന്നൊരു ചോദ്യം ഇതിനകത്തുണ്ട്. പിശാച് ഇപ്പോൾ പറയുന്നത് എല്ലാം നിനക്ക് തരാമെന്ന്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇതെല്ലാം എൻ്റേതാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം നിർമ്മിച്ച ഈ ഭൂമി സ്വാർത്ഥതയോടുകൂടി മനുഷ്യൻ ഉപയോഗിച്ചപ്പോൾ സ്വാർത്ഥത എപ്പോൾ വരുമോ അപ്പോൾ പിശാചിൻ്റെ അടിമയായി മാറും. അതുകൊണ്ട് ദൈവം നിർമ്മിച്ച ഈ പ്രപഞ്ചത്തെ പിശാചിൻ്റെതായ തന്ത്രങ്ങളിലേക്ക് വന്നപ്പോൾ അതായത് സ്വാർത്ഥതയുള്ള മനുഷ്യനത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും പിശാചിൻ്റെതായി മാറി. അവിടെയാണ് പിശാച് പറയുന്നത് ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ നമസ്കരിച്ചാൽ എന്ന് പറയുന്ന ഒരു ചോദ്യം, ഒരു ചിത്രം അവിടെ പറയും. കർത്താവ് പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്, കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു വാക്ക്. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്തു തരണമെന്ന് പറഞ്ഞ് നാം ഒരിക്കൽ പോലും ദൈവത്തെ പരീക്ഷിക്കരുതെന്ന് ഇവിടെ പിശാചിനോട് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കുക, കാരണം ഇന്നതെല്ലാം നിനക്ക് നൽകാം, ഞാനിതെല്ലാം നിനക്ക് നൽകാം. ഇങ്ങനെയുള്ള ചില വാഗ്ദാനം നമ്മൾ ദൈവത്തോട് ഇതെല്ലാം എനിക്ക് തന്നാൽ ഞാൻ നിന്നെ നമസ്കരിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. അങ്ങനെയാകരുത്. പിശാചിനോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, ആഗ്രഹങ്ങളെ പ്രതിയുള്ള പരീക്ഷണങ്ങൾ നീ എൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം ചെയ്തു തരണമെന്ന് പറഞ്ഞ് നാം ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുള്ള വലിയൊരു അറിവാണ് കർത്താവ് അവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കുവാനാണ് ഞാൻ ഈ സമയം വിനിയോഗിച്ചത്. ഈ 40-ാം വെള്ളിയാഴ്ച നിന്റെ ജീവിതത്തിൽ പലതും ആവശ്യമെന്ന് പിശാച് തോന്നിപ്പിക്കുമെങ്കിലും പക്ഷേ നീ തിരിച്ചറിയണം അത് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇതാണ് ഈ 40-ാം വെള്ളിയാഴ്ചയുടെ അർത്ഥം.
നമ്മുടെ ജീവിതത്തിൽ പലതും ആവശ്യമെന്ന് യേശുക്രിസ്തുവിനോട് ചോദിച്ച പോലെ അപ്പത്തെക്കുറിച്ച് പറയും, നിനക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ച് പറയും, സർവ്വസ്വത്തിൻ്റെ അധികാരിയാക്കാമെന്നൊക്കെ പിശാച് പറഞ്ഞേക്കാം. നിന്റെ ജീവിതത്തിൽ പലതും ആവശ്യമുണ്ടെന്ന് പിശാച് ബോധ്യപ്പെടുത്തുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, അത്രയും ആവശ്യമൊന്നും ഇല്ല നിന്റെ ജീവിതത്തിൽ പലതിനും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശപ്പ്, ജഡീക മോഹങ്ങളോട്, ലൗകികമായ ആഗ്രഹങ്ങളോട് എല്ലാം നമുക്കുണ്ടാകാം. പക്ഷേ അതൊന്നും എല്ലാം നിന്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്നുള്ള വിശന്നിരുന്നപ്പോൾ ആ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട. അപ്പോൾ അങ്ങനെ പോലും 40 ദിവസം ഉപവസിച്ച് വന്നയാൾ വീണ്ടും പിശാചിൻ്റെ പരീക്ഷണത്തിന് മുമ്പാകെ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ നമ്മൾ വായിക്കുക. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു പിശാച് ഒരു കറുത്ത രൂപത്തിൽ വന്ന് ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ പരീക്ഷിക്കാൻ വന്നു എന്ന് പറയുന്ന ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. ഒരു കറുത്ത രൂപം വന്ന് ക്രിസ്തുവിനോട് ഞാൻ നിന്നെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു പരീക്ഷണമല്ല. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്, നമ്മളെല്ലാ ആത്മീയതയിൽ വളരുമ്പോഴും ജഡത്തിൻ്റെതായ മോഹങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അത് ഒരു പിശാചിൻ്റെ ഒരു പ്രേരണയായി, തിന്മയായി നമ്മുടെ ഉള്ളിൽ വരുന്നത്. എന്നാൽ ആഗ്രഹം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതിനെ വർദ്ധിപ്പിക്കുന്നത് പിശാചിൻ്റെ തന്ത്രം. ഈ ചിത്രം മാത്രം നമ്മൾ ഓർക്കണം. അതുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടപ്പോഴാണ് ഏതെൻ്റെ പറുദീസായ വൃക്ഷഫലം കണ്ടപ്പോൾ അതെനിക്ക് വേണമെന്ന് തോന്നിയത് ആദത്തിന്. അപ്പോൾ അതിനെ ഒന്നുകൂടി വികസിപ്പിക്കുവാൻ, ആ ചിന്തയെ കുറച്ചുകൂടി ആകൃഷ്ടമാക്കുവാൻ, കുറച്ചുകൂടി സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോകാൻ പിശാചിന് കഴിയും. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പിശാച് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, നമുക്ക് ആഗ്രഹങ്ങളുള്ളപ്പോൾ അതിനെ വർദ്ധിപ്പിക്കുവാൻ മാത്രമേ, സ്വാർത്ഥതയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ പിശാചിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിറയലോട് നിൽക്കുന്ന പിശാച് വീണ അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയിൽ വന്ന ദൈവത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ഒരു ചിത്രം. അതുകൊണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, മനുഷ്യനും പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ജഡത്തിൻ്റെ അവസ്ഥയെ അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു പിശാചിനെ തോൽപ്പിച്ചതുപോലെ മനുഷ്യാവസ്ഥയിലുള്ള നമുക്കെല്ലാം പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും, ഉപവാസവും പ്രാർത്ഥനയിലൂടെ. ആ ഒരു മഹനീയമായ അനുഭവത്തിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം കാത്തുകൊള്ളട്ടെ.